കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പുമൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ വല്ലാത്ത നമ്മളെ ആകർഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കോടാകുളങ്ങര വാസുപിള്ള. എവിടെയാണ് ഈ കോടാകുളങ്ങര എന്ന് ചോദിച്ചാൽ കൊല്ലം ചവറയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ് കോടാകുളങ്ങര വാസുപിള്ള. ആരായിരുന്നു കോടാകുളങ്ങര വാസുപിള്ള? നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് പുതിയ ജെൻസിക്കൊക്കെ ആരാണ് ഇത്തരം ഈ വാസുപിള്ള ചേട്ടൻ ആരാണ് എന്നറിയും. കുറച്ച് പിറകോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതാണ് സാക്ഷാൽ കോടാകുളങ്ങര വാസുപിള്ള. 1957 ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കോടാകുളങ്ങര വാസുപിള്ള എന്ന ആള് ഒരു കുറ്റം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ തൂക്കുമരത്തിലേറ്റാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അത് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചത് വലിയൊരു സംഭവമായി. ആ സംഭവത്തിൻ്റെ എന്ന് വെച്ചാൽ അദ്ദേഹം തൂക്കുമരം കയറുമ്പോൾ EMS മന്ത്രിസഭ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് EMSന് ഒരു കത്ത് കിട്ടിയത്. അതായത് അങ്ങയുടെ മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരാൾ കഴുമരം കയറുകയാണ്. പിന്നീട് AK ഗോപാലൻ എന്ന് പറയുന്ന അതികായം നടത്തുന്ന ഒരു പോരാട്ടത്തിനൊടുവിൽ അത് സംഭവിക്കുന്നു. കോടാകുളങ്ങര വാസുപിള്ള തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ബാക്കി കഥ ദിലീപ് കുമാർ പറയും. SKN ഒരു മനുഷ്യൻ മരണത്തിന് തീയതിയും സമയവും കുറിച്ച് അത് കാത്ത് ഒരു ഏകാന്ത തടവിൽ കഴിയുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. 1953 ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള കൊലപാതകം നടക്കുന്നത്. അത് കൊല്ലത്ത് ചവറയ്ക്കടുത്ത് കൊട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ കോടാകുളങ്ങര വാസുപിള്ളയുടെ ജന്മസ്ഥലം. അതുമാത്രമല്ല, അദ്ദേഹം KPSCയുടെ കൺവീനർ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ഈ ചവറ തട്ടാശ്ശേരിയിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറി. അന്നത്തെ പ്രതാപശാലിയായ ഒരു നേതാവായിരുന്നു കുമ്പളത്ത് ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവും അനുയായിയുമൊക്കെ ആയിരുന്ന അമ്മ വീട്ടിൽ മധുസൂദനൻ പിള്ള എന്നയാളുടെ അദ്ദേഹത്തിൻ്റെ വിനോദം ഈ കമ്മ്യൂണിസ്റ്റുകാരായ യുവാക്കളുടെ ആക്രമിക്കുക, അവരെ നെഞ്ചത്ത് കയറുക എന്നതായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ ആക്രമിക്കുന്നു. കോടാകുളങ്ങര വാസുപിള്ള കൊല്ലത്ത് KPSCയുടെ എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ, അന്ന് KPSCയുടെ അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ്, അവിടെ നിന്ന് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ മധുസൂദനൻ പിള്ള ഒരു സൈക്കിളിൽ വരുന്നു. സൈക്കിളിൽ വന്ന് അവിടെ ഈ നേരെ കാലുയർത്തി ചവിട്ടുകയാണ് ചെയ്തത്. ഇവർ കോടാകുളങ്ങര വാസുപിള്ളയും 1-2 പ്രവർത്തകരുമായി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ കോടാകുളങ്ങര വാസുപിള്ള ഒരു അടി കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഒപ്പമുണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ ക്രൂരമായി, ഈ മധുസൂദനൻ പിള്ള എന്നയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിനിടെ നേരത്തെ ആക്രമിച്ച അയാൾ വന്ന് ആയുധവുമായിട്ട് വരുന്നു. മധുസൂദനൻ പിള്ളയെ അവിടെ ഇട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കോടാകുളങ്ങര വാസുപിള്ളയും ഈ കുത്തിയ ആളും പെട്ടെന്ന് തന്നെ KPSCയുടെ വാനിൽ കയറിയാണ് രക്ഷപ്പെടുന്നത്. KPSCയുടെ വാൻ കൊല്ലത്ത് എവറസ്റ്റ് ഹോട്ടലിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോഴന്ന് ജനാർദ്ദനക്കുറുപ്പിന് ഈ വിവരം ലഭിക്കുന്നു. ജനാർദ്ദനക്കുറുപ്പ് അന്ന് KPSCയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. മാധവനാണ് അവിടെ എത്തി ജനാർദ്ദനക്കുറുപ്പിനെ ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി കൊല്ലത്ത് വന്നപ്പോൾ കൊല്ലത്ത് എവറസ്റ്റ് ഹോട്ടലിന് മുന്നിൽ KPSCയുടെ വാൻ അവിടെ കിടപ്പുണ്ട്. അവർ കുറച്ച് പോലീസുകാരുമുണ്ട് അവിടെ കാവൽ. അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വസ്ത്രം അവിടുന്ന് മാറ്റണം. അപ്പോൾ ഇതിനിടയ്ക്ക് ജനാർദ്ദനക്കുറുപ്പ് മാധവനോട് പറഞ്ഞു, ഈ പോലീസിനെ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് മാറ്റാം, വസ്ത്രങ്ങൾ പെട്ടെന്നെടുത്ത് നശിപ്പിക്കണം. അങ്ങനെ പോലീസിനെ അടുത്ത ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ മാധവൻ ആ വസ്ത്രങ്ങൾ എല്ലാം അതിനകത്ത് നിന്ന് മാറ്റി അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അതിനുശേഷം ഏതായാലും പിന്നീട് ഇതിൻ്റെ വിചാരണാവേളയിൽ പോലീസ് ഒരു രക്തം പുരണ്ട വസ്ത്രമൊക്കെ ഹാജരാക്കിയിരുന്നു. അത് കൃത്രിമമായി തയ്യാറാക്കിയതാണ് എന്നാണ് ജനാർദ്ദനക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത്. ഏതായാലും ഈ കോടാകുളങ്ങര വാസുപിള്ളയിലേക്ക് എത്താം. അദ്ദേഹത്തിന് ജില്ലാ കോടതി വധശിക്ഷ വിധിക്കുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകുമ്പോൾ അതിന് വേണ്ട പണം സ്വരൂപിക്കേണ്ടതുണ്ട്. അന്ന് ജനാർദ്ദനക്കുറുപ്പിൻ്റെ ഭാര്യ 7 പവൻ സ്വർണ്ണമാല കൊടുക്കുകയാണ് ഇതിനു വേണ്ടി. ജനാർദ്ദനക്കുറുപ്പാണ് പെട്ടെന്ന് എന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള പണം സമ്പാദിക്കാൻ ചെല്ലുന്നത്. പിന്നീട് പോയത് KPSC സുലോചനയുടെ വീട്ടിലാണ്. സുലോചന 5 പവൻ്റെ മാല കൊടുക്കുന്നു. സുലോചനയുടെ പിതാവ് പറയുന്നുണ്ട്, ഈ മാല ഇനി പോയത് തന്നെയാണ്, ഇവർ തിരിച്ചു തരുന്ന പരിപാടിയില്ല എന്ന്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, ഇത്രയും നാളും ഈ മാലയടക്കം അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകത്തിലൂടെ തനിക്ക് കിട്ടിയതാണ്, സമ്പാദിച്ചതാണ്. ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അങ്ങനെ ഒരു സഹായം കൊടുക്കാനാവുക എന്ന് പറഞ്ഞ് അങ്ങനെ ഈ മാലയും
വാങ്ങി അതിന് അങ്ങനെ ഇവിടെ വന്നു. മള്ളൂർ ഗോവിന്ദപിള്ളയാണ് ഈ കേസ് ഏൽപ്പിക്കുന്നത്. അന്ന് ഒരു വലിയ പഴമൊഴി ഉണ്ടായിരുന്നു, 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ. 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ നാം രാമനാരായണ. അതെ അതെ, 1000 രൂപ മതി. അതെ, കൊടുക്കാനുള്ള ഫീസ്. അതെ, അന്ന് ഏതായാലും ഈ ഹൈക്കോടതി ആദ്യം പുനർവിചാരണയ്ക്ക് ഇത് ചെയ്തു, പിന്നീട് അത് വധശിക്ഷ ശരിവെച്ചു. അതിനെ തുടർന്ന് ഏതായാലും വധശിക്ഷ ഉറപ്പായി ഇദ്ദേഹത്തിൻ്റെ. അങ്ങനെ വധശിക്ഷ തീയതി കുറിക്കുന്നു. ആ തീയതിയൊക്കെ കുറിച്ച് കഴിയുമ്പോഴാണ് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നു. ഏപ്രിൽ മാസം 6-ാം തീയതി ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നത് ഈ കോടാകുളങ്ങര വാസുപിള്ളയുടെ കാര്യം മനസ്സിലുള്ളതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം രാഷ്ട്രീയ തടവുകാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ജീവപര്യന്തമാക്കി, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ജീവപര്യന്തമാക്കുക എന്നതായിരുന്നു. ആ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. ഇതിനിടയിൽ ഈ ഏകാന്ത തടവറയിൽ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൻ്റെ തീയതി എന്നാണ് ഈ തൂക്കിക്കൊല്ലുക എന്നത് അവിടെ പതിച്ചിരുന്നു നോട്ടീസ്. അപ്പോൾ ആദ്യത്തെ ഇത് വന്നു, തീയതിയായി. ആരാച്ചാർ എത്തി. തലേ ദിവസം തന്നെ അവിടെ ഈ കയറ് പരിശോധന, ബലപരിശോധന, പൂജ ഇതൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസമാണ് തൂക്കിലേറ്റേണ്ടത്. അപ്പോഴാണ് ജയിലിലേക്ക് ഒരു ഓർഡർ എത്തുന്നത്, രാഷ്ട്രപതി ഈ വധശിക്ഷ സ്റ്റേ ചെയ്തു എന്നതാണ് വരുന്നത്. അങ്ങനെ ആരാച്ചാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും രാഷ്ട്രപതിയുടെ ഒരു ഓർഡർ എത്തി, ആ സ്റ്റേ നീക്കം ചെയ്തു, വധശിക്ഷ നടപ്പാക്കാം. പക്ഷേ ആരാച്ചാർ വീട്ടിൽ പോയിരുന്നു, അതുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ 6 തവണ ഇതേപോലെ തീയതി മാറ്റി കോടാകുളങ്ങര വാസുപിള്ള ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. PT പുന്നൂസ് ഡൽഹിയിൽ പോയി അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനെ കണ്ടു. പക്ഷേ അവരൊന്നും ഇത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം തന്നെ നിയമവിരുദ്ധമാണ്, സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, വധശിക്ഷയിൽ നിന്നൊരാളെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ 6 തവണ മാറ്റിവെച്ചയാളിന് 1959 അദ്ദേഹത്തെ വിട്ടയച്ചുകൊണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് വിട്ടയച്ചുകൊണ്ടുള്ള തീരുമാനം പിന്നീട് വരിക. വിട്ടയക്കല്ല, അദ്ദേഹത്തിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി. അന്ന് അദ്ദേഹത്തിന്റെ ഏതാണ്ട് 45 വയസ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. 45 40-ന് താഴെയായിരുന്നു. പിന്നീട് വിവാഹം കഴിക്കുന്നു. പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം, ജയിലിലേക്ക് പോകുമ്പോൾ ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. ഈ പോരാട്ടമൊക്കെ നടത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തിരിച്ചു വന്നപ്പോൾ പാർട്ടി നേതാക്കൾ മാറി, ചേരി മാറി. പിന്നീട് ഈ കോടാകുളങ്ങര അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതും കൂടി പറയണം. എന്തായാലും AK ഗോപാലൻ നടത്തിയ ഇടപെടലാണ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് രാഷ്ട്രപതി കൂടി ശുപാർശ ചെയ്ത് കഴിമരത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.